വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ പണി കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആ മൈദ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് ആണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഒരു കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡോ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈദ ഒക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലൊന്നും ഇല്ലാത്ത പീസുകളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ഇത്. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് മസാല ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഉള്ളിയൊന്നും ഇട്ടിട്ടും അങ്ങനെയൊന്നും ഒരുപാട് പണിയൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ സ്നാക്സാണ്. എന്നാലോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് ഇത്. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ ഇതേപോലെ ചെറിയ റോളുകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ റൗണ്ടായിട്ടല്ല പരത്തിയെടുക്കുന്നത്. കുറച്ച് നീളത്തിലാണ് ഒന്ന് പരത്തിയെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. നീളത്തിലാണ് ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല തിന്നായിട്ട് നീളങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികു വശങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോ പീസുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സിന് ഫില്ലിങ്സ് വേറൊന്നും ആയിട്ട് വെക്കുന്നില്ല. നമ്മൾ ഈ ഒരു പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മാത്രം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് ആണ് കേട്ടോ ഇത്. അപ്പം ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൈദക്ക് പകരം സമോസ ഷീറ്റ് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ സമോസ ഷീറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മൈദ കുഴച്ചെടുത്ത് പരത്തിയെടുക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ ഈ മൈദക്ക് പകരമായിട്ട് നമുക്ക് സമോസ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാം.
അപ്പോൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് മൈദ വെച്ചിട്ട് കുറച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ ഇതിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സ്നാക്സ് തന്നെ ഉണ്ടാവില്ല. അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സാണ്. സമൂസ ഷീറ്റും കൂടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ, ഇത്ര തന്നെ പണിയില്ല, ഇതിലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതൊന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മയണൈസും അതേപോലെ തന്നെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും സ്നാക്സ് റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.